നൊസ്റ്റാൾജിയയും പ്രണയത്തിൻ്റെ നിഷ്കളങ്കമായ തന്ത്രങ്ങളും ജീവിതത്തിൻ്റെ മനോഹരമായ പൂർണ്ണതയും വിളിച്ചോതുന്ന, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞു കഥ. അതാണ് പ്ലാറ്റ്ഫോം ബെഞ്ചിലെ രഹസ്യം. വ്യക്തിഗത വളർച്ചയുടെ പ്രവാചകനായ സ്റ്റീവ് മറാബോളിയുടെ അക്ഷമയെന്നത് തെറ്റുകളുടെ മാതാവും അസ്വസ്ഥതകളുടെ പിതാവുമാണ് എന്ന മഹത്തായ ഉദ്ധരണി കാതിൽ മന്ത്രിക്കുന്ന ഒരനുഭവവുമായി ഞാൻ ഈ സ്റ്റീൽ കസേരയിൽ ഇരിക്കുകയാണ്. ഏതാണ്ട് 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ റെയിൽവേ സ്റ്റേഷനിലെ കൽപ്പടവുകളിലും പ്ലാറ്റ്ഫോമിലുമായി എൻ്റെ പ്രണയം വേരൂന്നിയ പഠനകാലം. ഇന്ന് എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും വന്നതോടെ കാലം ഈ സ്റ്റേഷൻ്റെ മുഖരേഖ മാറ്റിവരച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആ പഴയ പ്രണയത്തിൻ്റെ തീവണ്ടി ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. അന്ന് നിന്റെ കണ്ണുകളിലെ തിളക്കം കാണാൻ അക്ഷമയോടെ കാത്തിരുന്ന ഓരോ നിമിഷവും ഇവിടെ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാവ്യാനുഭൂതിയാകുന്നു. അക്ഷമ തെറ്റുകളുടെ മാതാവാകാമെങ്കിലും നിന്നെ കാണാനുള്ള എൻ്റെ അക്ഷമ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ശരികളായിരുന്നു. ഇന്ന് ഭാര്യയും മക്കളുമെന്ന മധുരഫലങ്ങൾ വിളഞ്ഞ ഈ ജീവിതയാത്രയിൽ നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കായി തീവണ്ടി കാത്തിരിക്കുമ്പോൾ അന്നത്തെ പ്രണയത്തിൻ്റെ വിശ്രാന്തിയില്ലാത്ത കാത്തിരിപ്പ് ഒരു സുവർണ ഓർമ്മയായി എന്നെ തലോടുന്നു. കാലം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ശാന്തമായ കാത്തിരിപ്പ്. എസ്കലേറ്ററുകളുടെയും ലിഫ്റ്റുകളുടെയും പുതിയ കാലത്തിൽ തിളക്കമുള്ള സ്റ്റീൽ കസേരയിൽ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ മായാതെ നിൽക്കുന്ന ആ പഴയ പ്ലാറ്റ്ഫോം ഓർമ്മകൾ കാലപ്പഴക്കം ചെന്ന ഒരു ചുമരിൽ തങ്കം പൂശിയ പുരാതന ലിഖിതം പോലെ ഈ പുതിയ കാലത്തിൻ്റെ ഓർമ്മകൾക്ക് മീതെ ഒരു സ്വർണ്ണരേഖ വരയ്ക്കുന്നു. കൂടെയുള്ളത് അന്നത്തെ പ്രണയിനിയും ഇന്നവൾ പ്രിയതമയും, ഞങ്ങളുടെ 2 മക്കളും. കുടുംബനാട്ടിലേക്കുള്ള തീവണ്ടിയുടെ അനൗൺസ്മെൻറ്റ് ഒരു ഗാനത്തിൻ്റെ പല്ലവി പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങിയപ്പോൾ മകളുടെ നിഷ്കളങ്കമായ ചിരിക്ക് വീണ്ടും ജന്മമെടുത്ത മഴവില്ലിൻ്റെ വർണ്ണശോഭ കൈവന്നു. സ്നേഹം ഒരാളെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയാക്കി മാറ്റുന്നുവെന്ന സത്യം വരണ്ടുണങ്ങിയ മണ്ണിൽ പേമാരി പെയ്തിറങ്ങി ഒരു വിഷുപ്പച്ചയായി മാറും പോലെ എൻ്റെ ആത്മാവിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വസന്തകാലമായിരുന്നു അത്. അവളുടെ ശ്രദ്ധയുടെ പ്രകാശം തേടി ഞാൻ നടത്തിയ ആഴ്ചകളിലെ നിശബ്ദമായ ശ്രമങ്ങളെല്ലാം അന്ധകാരത്തിൽ അലഞ്ഞ തിരമാലകൾ പോലെ വിഫലമായപ്പോൾ എൻ്റെ ആത്മസുഹൃത്ത് എൻ്റെ കയ്യിൽ വിധിയുടെ കൈപ്പുസ്തകത്തിലെ ഒരധ്യായം പോലെ ഒരു രഹസ്യ സൂത്രവാക്യം വച്ചു തന്നു. നിന്റെ പ്രണയം വിധിക്ക് മുന്നിലെ വാൾമുന പോലെ ധീരമായി അവതരിപ്പിക്കുക. അവൾ നിഷേധത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ കൊടുങ്കാറ്റയച്ചാലും നീ തളരരുത്. കാരണം നീ ആരാണെന്നതിലല്ല, മറിച്ച് അവളോടൊപ്പമുള്ള നിന്റെ രൂപാന്തരം എന്ന അനശ്വര സത്യത്തിലാണ് ആ ബന്ധത്തിൻ്റെ ശക്തിയെന്ന് നിന്റെ ഹൃദയകാവ്യം അവളോട് മന്ത്രിക്കണം. എൻ്റെ മനസ്സിന് അസാധ്യമായ ആ ആശയം എങ്ങനെ നടപ്പാക്കുമെന്നറിയാതെ വഴിയടഞ്ഞ അവസ്ഥയിൽ എന്നെ ചുറ്റിയപ്പോൾ വീണ്ടും മാസങ്ങളോളം ഞാൻ ഉഴറി നടന്നു. ഒടുവിൽ എല്ലാ ആശങ്കകളും എൻ്റെ സുഹൃത്തിനു മുന്നിൽ ഒരു പുസ്തകത്തിലെ താളുകൾ പോലെ തുറന്നപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചെങ്കിലും ആ രഹസ്യ ദൗത്യത്തിന് അവൻ്റെ തോളുകൾ താങ്ങായി. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിൻ്റെ പുസ്തകം തുറന്നു ആ സുപ്രധാന നിമിഷത്തിലേക്ക് പ്രവേശിച്ചു. അവൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിശബ്ദമായി വിശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ യാത്രാദിശകൾ വിപരീതമായിരുന്നിട്ടും അവളുടെ സീറ്റിന് നേർരേഖയിലുള്ള തണുത്ത പ്ലാറ്റ്ഫോം ബെഞ്ചിൽ ഞാനും സുഹൃത്തും ഇരുന്നു. സാധാരണ എതിർവണ്ടി ചൂളമായി പാഞ്ഞു പോകുമ്പോൾ ജനാലിലൂടെ മാത്രം കണ്ടിരുന്ന രൂപം ഇപ്പോൾ മുന്നിലുണ്ടായിട്ടും അവൾ ഞങ്ങളെ കണ്ടതായി ഭാവിക്കാതെ മൗനത്തിൻ്റെ കവചം തീർത്തു. ട്രെയിൻ പുറപ്പെടാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം ശേഷിക്കെ അതായിരുന്നു ഞങ്ങളുടെ പ്രണയ നാടകത്തിൻ്റെ ക്ലൈമാക്സ്. ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വിധി നിർണയിച്ച പോർക്കളത്തിലെന്നവണ്ണം അവളുടെ തീവണ്ടി പോകേണ്ട ദിശയിൽ തന്നെ പ്ലാറ്റ്ഫോമിലൂടെ അതിവേഗം നടന്നു നീങ്ങി. അവളുടെ കാഴ്ചയുടെ പരിധിയിൽ നിന്ന് ഞങ്ങൾ അപ്രത്യക്ഷരായി. ഒരു തൂണിൻ്റെ മറവിൽ ഞങ്ങൾക്ക് അവളെ മാത്രം കാണാൻ കഴിയുന്നിടത്ത് നിലയുറപ്പിച്ചു. ട്രെയിൻ പതുക്കെ ചലിച്ചു തുടങ്ങിയപ്പോൾ യാത്രയുടെ വിടവാങ്ങൽ പോലെ, അവളുടെ കണ്ണുകൾ നഷ്ടപ്പെട്ട നിധി തേടും പോലെ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ വേഗത്തിൽ പരതി നടന്നു. അവളുടെ കണ്ണുകളുടെ ആകാംക്ഷാപ്രവാഹം ഞങ്ങളെ മറച്ച നിഴൽക്കൂടിനെ കണ്ടെത്തിയപ്പോൾ ഒരു നിമിഷം വെളിച്ചം കണ്ടതുപോലെ ആ മുഖം തിളങ്ങി. എങ്കിലും ഉടൻ തന്നെ ഭയം മറച്ച പുഞ്ചിരി പോലെ ഒന്നുമറിയാത്ത ഭാവത്തിൽ മുഖം തിരിച്ച് ആ നിമിഷത്തെ ഹൃദയമെടുപ്പവൾ രഹസ്യമാക്കി. സുഹൃത്ത് എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. സക്സസ്. അവൻ്റെ ചിരിയിൽ കാലം കുറിച്ചിട്ട് ഞങ്ങളുടെ പ്രണയ വിജയം മുഴങ്ങി. ആ നിമിഷം ഞങ്ങളുടെ പ്രണയയാത്രയുടെ ആദ്യ സിഗ്നൽ തെളിഞ്ഞു. ഇന്നും ആ രഹസ്യ പരീക്ഷണത്തെക്കുറിച്ചോർത്ത് ഞങ്ങൾ ചിരിക്കാറുണ്ട്. കൺഫ്യൂഷനുകളുടെയും ഭയത്തിൻ്റെയും ബെഞ്ചിലിരുന്ന് ഞങ്ങൾ നേടിയെടുത്ത മൗന വിപ്ലവം. തീവ്രമായ പ്രണയം ഒരിക്കലും കലഹങ്ങളോ കടുപ്പമേറിയ കണ്ടീഷനുകളോ ഉണ്ടാക്കുകയില്ല. അതെപ്പോഴും ഒത്തുതീർപ്പുകളുടെ പാലം പണിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ എന്നത് നമ്മൾ എന്ന സൗന്ദര്യത്തിലേക്ക് ഒത്തുതീർപ്പിലൂടെ വഴിമാറിയതിൻ്റെ കഥയാണിത്. ട്രെയിൻ എത്തിച്ചേരാൻ സമയമായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒത്തുതീർപ്പിൻ്റെ സൗന്ദര്യമായ പ്രണയത്തെ, എൻ്റെ പ്രിയതമയെ ഞാൻ സ്നേഹത്തോടെ എൻ്റെ നെഞ്ചോട് ചേർത്തു.
പ്രണയത്തിൻ്റെ പച്ച വെളിച്ചം കണ്ട ആ പഴയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങളുടെ ജീവിതമാകുന്ന തീവണ്ടി പുതിയ സ്വപ്നങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരിക്കലും അവസാനിക്കാത്ത മധുരമായ താളത്തിൽ ഇപ്പോഴും യാത്ര തുടരുന്നു.